ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായിട്ട് 4 മാസം കഴിഞ്ഞു. 4 മാസമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഹൈപ്പവർ കമ്മിറ്റിക്ക് ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ലജ്ജാവഹം തന്നെയാണ്. കേരളത്തോടുള്ള അവഗണന തന്നെയാണ്. കേരളം വേറൊരു പച്ചത്തുരുത്തായി മാറി നിൽക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ BJPയെ അങ്ങനെ ഹൃദയത്തോടടുത്ത് സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് കേരളത്തെ അവഗണിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടാം. കാരണം അത്ര കഠിനമായ അവഗണനയാണ് ദുരിതത്തിൽപ്പെട്ട ആളുകൾ, വയനാട് ജില്ലയിലെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ആളുകൾ അനുഭവിക്കുന്ന വ്യത. പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട കഥ നമ്മൾ വിഷ്വൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ്. തത്സമയം തന്നെ അനീഷ് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അനീഷിൻ്റെ നട്ടലിനാണ് പരിക്കേറ്റത്. അയാളുടെ മകളും 2 വയസ്സുകാരി മകളും അമ്മയും ആ ഉരുൾപൊട്ടലിൽ ഉരുളെടുത്തു പോയി. അങ്ങനെ ദുഃഖത്തിലും അതീവ വേദനയിലും കഴിയുന്ന അനീഷിനെ പ്രധാനമന്ത്രി കണ്ടു. അനീഷ് ഹിന്ദിയിൽ തന്നെ പ്രധാനമന്ത്രിയോട് തൻ്റെ വേദനകളും തൻ്റെ നഷ്ടങ്ങളും ഒക്കെ വിശദീകരിച്ചു. അപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കുണ്ട്, സഹായിച്ചിരിക്കും എന്ന്. ആ അനീഷൊക്കെ ഇന്ന് എന്താണ് പ്രധാനമന്ത്രി വായിൽ മണ്ണിട്ട് പോയല്ലോ എന്ന് ദുഃഖിക്കുകയാണ്. വിദേശത്ത് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അനീഷ്. അനീഷ് ഇപ്പോൾ കിടപ്പിലാണ്. എന്താണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് ഇത്ര അനീതി കാട്ടുന്നത്? കേരളം എന്തൊക്കെയാണ് ചോദിച്ചിരുന്നത്? കേരളം ചോദിച്ചത് വെറും 3 കാര്യങ്ങൾ. ഒന്ന്, ഇതിനെ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. അതായത് L3 വിഭാഗത്തിൽപ്പെടുത്തണം. L3 വിഭാഗത്തിൽപ്പെടുത്തിയാൽ 10ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ അനുസരിച്ച് നമുക്ക് ഒരു സംസ്ഥാനത്തിന്, അതായത് സ്വന്തം നിലയിൽ ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്ത പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കും. ഒന്നാമത്തെ പ്രധാനപ്പെട്ട നേട്ടം അതാണ്, L3 വിഭാഗത്തിൽ വരികയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്വമേധയാ തന്നെ മറ്റ് വിദേശ സംഘടനകളിൽ നിന്നോ അവരിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടും. ഈ 2 കാര്യങ്ങൾ L3യിൽ പെടുത്തിയാൽ നടക്കും. അങ്ങനെയാണ് സർക്കാർ ഒന്നാമത്തെ ആവശ്യം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇത് പരിഗണിക്കണം, ഇത് തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം, എന്നിട്ട് അടിയന്തരമായ സാമ്പത്തിക സഹായം നൽകണം എന്നായിരുന്നു ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്തായിരുന്നു? ഈ ദുരിതത്തിൽപ്പെട്ട ആളുകളുടെ വായ്പകൾ എഴുതിത്തള്ളണം. അതിന് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ 13ാം വകുപ്പ് അനുസരിച്ച് ഒരു ക്ലോസ് ഉണ്ട്. അതായത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ 13ാം വകുപ്പിൽ അതനുസരിച്ച് കേന്ദ്ര അതോറിറ്റിക്ക് ഈ വായ്പകൾ മേൽ നടപടിയെടുക്കാനുള്ള അനുമതിയുണ്ട്. അത് ഇളവ് ചെയ്യാനോ എഴുതിത്തള്ളാനുള്ള ഒക്കെ അനുമതിയുണ്ട്. അങ്ങനെ ഈ വായ്പകൾ എഴുതിത്തള്ളാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ വയനാട്ടിലുള്ള ദുരിതബാധിതരുടെ കടബാധ്യതകളൊക്കെ എഴുതിത്തള്ളാൻ സംസ്ഥാനത്തിന് കഴിയും എന്നതാണ് രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം എന്താണ്? അടിയന്തര സഹായം. അടിയന്തര സഹായം നമുക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന എത്രയെത്ര കെട്ടിടങ്ങൾ തകർന്നുപോയി, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ആവാസ വ്യവസ്ഥ ആകെ തകർന്നുപോയി. അപ്പോൾ ഇത് പുനർനിർമ്മിക്കണമെങ്കിൽ 2250 കോടിയോളം രൂപ വേണ്ടിവരുമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വിദഗ്ധർ തയ്യാറാക്കിയ കണക്ക്. ആ കണക്കാണ് സമർപ്പിച്ചത്. എന്നാൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ദുരന്ത നിവാരണ ഫണ്ട്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ലഭിച്ച പണമാകട്ടെ വെറും 658 കോടി രൂപ മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ നിന്ന് കുത്തിയത് നമുക്കറിയാം. മുസ്ലിം ലീഗ് ഒരു വശത്തുകൂടി ഫണ്ട് പിരിച്ചു, UDF അല്ല KPCC മറ്റൊരു വഴിയിലൂടെ ഫണ്ട് പിരിച്ചു. അങ്ങനെ നിരവധി സംഘടനകൾ അവരുടെ പല വഴിക്കുള്ള ഫണ്ട് പിരിവുമായി ഇറങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ഞെക്കിപ്പിഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇവർക്ക് ദുരിതബാധിതർക്ക് കൊടുക്കാനുള്ള ആശ്വാസധനം പോലും കണ്ടെത്താൻ മറ്റു വഴികൾ തേടേണ്ട ഒരു സാഹചര്യം വന്നു. ഇനി കേന്ദ്രം പറയുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ 394 കോടി രൂപയുണ്ട് SDRF ഫണ്ടിൽ. അങ്ങനെയാണെങ്കിൽ ആ തുക എപ്പോഴാണ് കിട്ടിയത്? 2023 ആ തുക കേന്ദ്രം അനുവദിച്ചത്. 388 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചതായി നിത്യാനന്ദ റായ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ഫണ്ട് 2026 വരെയുള്ള എല്ലാ ദുരിതങ്ങൾക്കും അടിയന്തരമായി വിനിയോഗിക്കേണ്ടതാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാണ് 2026 വരെയുള്ള കാലഘട്ടം കണക്ക് കൂട്ടിയാണ് ഈ തുക നേരത്തെ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയത്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കണം. കാരണം ആ തുകയിൽ നിന്ന് അത്യാവശ്യക്കാർക്ക്, അതായത് ഇപ്പോൾ വയനാട് ഉള്ള ദുരന്തബാധിതർക്ക് പോലും അതിൽ നിന്ന് തുക വിനിയോഗിച്ചെങ്കിലും ആ തുക വകമാറ്റി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. കാരണം അത് കരുതൽ ധനശേഖരമായി ഇരിക്കുകയാണ്. എന്ത് അപകടം വന്നാലും ഉടനെ ചെലവഴിക്കാൻ ഫണ്ട് വേണം. അത്യാഹിതം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ചക്രവാത ചുഴികളും ന്യൂനമർദ്ദവും ഒക്കെ തെക്ക് വടക്കിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഏത് നിമിഷവും മഴ ഇടിഞ്ഞു പെയ്യാൻ നമ്മുടെ സംസ്ഥാനത്തേക്ക്. വെള്ളപ്പൊക്ക ഭീതി ഉണ്ടാകാം, അല്ലെങ്കിൽ കടൽ സുനാമി ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകാൻ ഇടയുള്ള നാടാണ് കേരളം. അപ്പോൾ ആ തുക മറ്റ് യാതൊരു പ്രവർത്തനങ്ങൾക്കും വകമാറ്റാതെ അങ്ങനെ കരുതൽ ശേഖരമായി സൂക്ഷിച്ചിട്ടുണ്ട്.
അത് ഇത്രയും വർഷത്തെ, അതായത് 2026 വരെയുള്ള സമാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തുകയാണ്. അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയാൽ ആ തുക എടുത്ത് വയനാട് പുനരധിവാസത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ കടലിൽ കായം കലക്കും പോലെ ആയിരിക്കും അവസ്ഥ. നിത്യാനന്ദ റായിയുടെ കത്തിൽ പണം തരില്ല എന്ന് പറയുന്നില്ലെന്ന് കോടതി കണ്ടെത്തി. അതെ, പണം തരില്ല എന്ന് ഭംഗ്യന്തരേണ പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫണ്ടിൽ, നിങ്ങളുടെ ഖജനാവിൽ കാശുണ്ടല്ലോ, അതെടുത്ത് ചെലവഴിക്കൂ, ഞങ്ങൾ നേരത്തെ തന്നില്ലേ എന്നാണ് ആ കത്തിൻ്റെ വ്യംഗ്യം. അത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കോടതിയിൽ പറഞ്ഞ സോളിസിറ്റർ ജനറൽ പറഞ്ഞ കാര്യം വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ഹൈപ്പവർ കമ്മിറ്റി കൂടിയിട്ടില്ല, ഹൈപ്പവർ കമ്മിറ്റി കൂടിയാൽ മാത്രമേ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യം പരിഗണിക്കാനാവുകയുള്ളൂ എന്നാണ്. ആലോചിച്ച് നോക്കുക, പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു, അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചു, നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നുപോയി, അങ്ങനെ പല നേതാക്കളും നേരിട്ട് വന്നു, പല മന്ത്രിമാർ നേരിട്ട് സന്ദർശിച്ചു. അതുകൂടാതെ പല വകുപ്പുകളിൽ നിന്നുള്ള, കേന്ദ്രത്തിലെ പല വകുപ്പുകളിൽ നിന്നുള്ള ഉന്നത സംഘം, സ്പെഷ്യൽ സംഘം വയനാട് ക്യാമ്പ് ചെയ്ത വിഷയങ്ങൾ പരിശോധിച്ചു. അവർ കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ തന്നെ തിരികെ പോയി. ഇതൊക്കെ സംഭവിച്ചിട്ടും ഹൈപ്പവർ കമ്മിറ്റി കൂടി ഈ ദുരന്തത്തിൻ്റെ തീവ്രത ഇത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കേന്ദ്രം ഇതുവരെ തയ്യാറാകാത്തത് എന്താണ്? കേരളം മറ്റൊരു രാജ്യമായി കാണുകയാണോ? ഇനി കേരളം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. തമിഴ്നാടിന് 276.10 കോടി രൂപ വിനിയോഗിച്ചു, അതായത് കൊടുത്തു കേന്ദ്രം. ഹിമാചൽ പ്രദേശത്തിന് 66.924 കോടി രൂപ അനുവദിച്ചു. സിക്കിമിന് 221.122 കോടി രൂപ. തമിഴ്നാടിന് 276.10 കോടി രൂപ. ത്രിപുരയ്ക്ക് 25 കോടി രൂപ. കർണാടകയ്ക്ക് 3424.22 കോടി രൂപ. കർണാടക BJPയുടെ ഇഷ്ട സംസ്ഥാനമാണല്ലോ. തെക്കേ ഇന്ത്യയിൽ ആകെ കാവി പുതച്ച ഒരു സംസ്ഥാനം കർണാടകമായിരുന്നു. അതിപ്പോൾ കൈവിട്ട് പോവുകയും ചെയ്തു. ആ സംസ്ഥാനത്തിന് കൊടുത്തത് 3454 കോടി രൂപയാണ്. കേരളത്തിന് തന്നതാകട്ടെ വട്ടപൂജ്യവും. ആലോചിച്ച് നോക്കുക, എന്തൊരു വേർതിരിവാണ്, എന്തൊരു ചതിവാണ് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് UDFും LDFും അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. 19-ാം തീയതി കേന്ദ്ര നയത്തിനെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ജനകീയ സമിതിയും ഹർത്താലിന് അണിചേരും. അതുപോലെ നവംബർ 22-ന് ഹൈക്കോടതിയിൽ വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ചോദിച്ച സമയം കഴിയും. അപ്പോൾ നവംബർ 22-ാം തീയതി ഹൈക്കോടതിയിൽ ഇതിനൊരു പരിഹാരം കേന്ദ്രം പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ വളരെ വേദനയോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. ഇവിടുന്ന് പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ നാണിച്ച് ജനങ്ങളുടെ മുന്നിൽ തല താഴ്ത്തേണ്ട ഒരു ഗതികേടാണ് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിച്ച് വച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.